അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പെരുന്നാളിൻ്റെ രാവ് നമ്മിലേക്ക് ആഗതമാവുകയാണ്. ചെറിയ പെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും രാവ് വളരെ പവിത്രമാണ്. ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹിന്ന ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന 5 രാത്രികളിൽപ്പെട്ട 2 രാവുകളാണ്, പ്രാർത്ഥന തള്ളപ്പെടാത്ത 2 രാവുകളാണ്. ഒന്ന് ചെറിയ പെരുന്നാളിൻ്റെ രാവ്, മറ്റൊന്ന് വലിയ പെരുന്നാളിൻ്റെ രാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാവിൽ ധാരാളം പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരുപാട് വിഷമങ്ങൾ നമുക്കില്ലേ, കടങ്ങൾ നമുക്കില്ലേ, ദുരിതങ്ങൾ നമുക്കില്ലേ, രോഗങ്ങളില്ലേ, അതൊക്കെ റബ്ബിനോട് പറയേണ്ട സമയമാണിത്. ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം പെരുന്നാളിൻ്റെ രാവ് അഥവാ മഗ്‌രിബോടുകൂടെ കയറി വരുന്ന രാവ് പെരുന്നാളിൻ്റെ രാവാണ്. പെരുന്നാളിൻ്റെ രാവിൽ ആ സമയം മുതൽ പിറ്റേന്ന് ഒറ്റക്ക് പെരുന്നാൾ നിസ്കരിക്കുന്നവൻ അവൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെ, അതല്ല ജമാഅത്തിൻ്റെ കൂടെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെയുള്ള ആ സമയങ്ങളിലൊക്കെയും ധാരാളം തക്ബീർ ചൊല്ലൽ പ്രത്യേകം വലിയ പെരുന്നാൾക്കും ചെറിയ പെരുന്നാൾക്കും സുന്നത്തുണ്ട്. അതിനാണ് തക്ബീർ മുർസൽ എന്ന് പറയുന്നത്. ഇനി വലിയ പെരുന്നാളിന് പ്രത്യേകിച്ചൊരു തക്ബീറുണ്ട്, തക്ബീർ മുഖയ്യദ് എന്നാണ് അതിന് പറയുക. അത് ദുൽഹിജ്ജ 9 സുബഹി മുതൽ പിന്നീട് ദുൽഹിജ്ജ 13 ഉറൂബ് വരെയുള്ള ഫർദും സുന്നത്തുമായ ഏതൊക്കെ നിസ്കാരങ്ങളുണ്ടോ, മയ്യിത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള സകല നിസ്കാരങ്ങളുടെയും ശേഷം സലാം വീട്ടിയാൽ ഉടൻ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അതിനാണ് തക്ബീർ മുഖയ്യദ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ദുൽഹിജ്ജ 13 അസർ വരെയുള്ള നിസ്കാരങ്ങളാണ് നമ്മൾ ഉറൂബിന് മുമ്പായിട്ട് നിർവഹിക്കുക. ഇനി ഉറൂബിന് മുമ്പായിട്ട് അസറിൻ്റെ ശേഷം മറ്റെന്തെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൻ്റെയും ശേഷം നമ്മൾ തക്ബീർ മുഖയ്യദ് ചൊല്ലൽ വലിയ പെരുന്നാൾക്ക് പ്രത്യേകം സുന്നത്തുള്ളതാണ്. അതുകൊണ്ട് ഈ തക്ബീറുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രാർത്ഥനകൾ കൊണ്ട് പെരുന്നാൾ രാവിനെ ധന്യമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുആകളിലൊക്കെ ഇടം നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.